നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 150ാമത്തെ വീഡിയോ ആണ് ഈ ചാനലിൽ. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സെറോദ വഴി എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസോട് കൂടി ഏറ്റവും മികച്ച് മുമ്പോട്ട് പോകുന്ന ഏറ്റവും ടോപ്പ് ബ്രോക്കറാണ് സെറോദ. അതുപോലെ തന്നെ സെറോദയിലായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരുടെയും ഡിമാറ്റ് അക്കൗണ്ട്. തീർച്ചയായിട്ടും ഇത് സെറോദയിലുള്ളവർക്ക് ഇപ്പോഴും കുറച്ച് പേർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ എൻട്രി എടുക്കാം എന്ന് അറിയത്തില്ലാത്തവരുണ്ടായിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും സെറോദയുടെ അക്കൗണ്ട് നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷോർട്ട് ടൈം എൻട്രീസ്, ഷോർട്ട് ടൈം ട്രേഡിങ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, IPO ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനെല്ലാം പരിഗണിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആ ഒരു സെറോദയുടെ അക്കൗണ്ട് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അവിടെ പോയി അത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോയും നമുക്ക് കിട്ടും, ട്യൂട്ടോറിയൽ വീഡിയോ, അതും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി അപ്സ്റ്റോക്സിൽ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ എൻട്രീസ് എടുക്കാം, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് അപ്സ്റ്റോക്സിലാണെങ്കിൽ അതും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം സെറോദയെ കുറിച്ച് പറയുകയാണെങ്കിൽ സെറോദയുടെ നമ്മൾ കൈറ്റ് ബൈ സെറോദ എന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു കൈറ്റ് ബൈ സെറോദ എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കാൻ വേണ്ടി ഇവരുടെ ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം, സെപ്പറേറ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഇവർ തന്നെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് പേർക്ക് അറിയത്തില്ലാത്തവരായിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ വളരെ ഇൻഫർമേറ്റീവ് ആണ്. അപ്പം കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഇവർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഉള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ ലഭ്യമാണ്. അപ്പം സെറോദയിലാണ് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ സാധിക്കും ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൈറ്റ് ബൈ സെറോദ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇവരുടെ ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഇല്ല. അപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം സെറോദയിൽ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം കോയിൻ ബൈ സെറോദ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് സെറോദയുടെ ഉണ്ട്, അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളവരാണെങ്കിൽ കോയിൻ ബൈ സെറോദ എന്ന ആപ്ലിക്കേഷനാണ് ഇനി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതല്ല, നിങ്ങൾ ഇതുവരെ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ ആദ്യമേ സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം അക്കൗണ്ട് ആക്ടിവേറ്റ് ആയതിനു ശേഷം കോയിൻ ബൈ സെറോദ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ സെയിം യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഇനി ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എന്താണോ ഇവിടെ എഴുതിയിട്ടുണ്ട് ലോഗിൻ യൂസിങ് കൈറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെയിം ആയിട്ട് നമ്മുടെ സെറോദയുടെ കൈറ്റ് ആപ്ലിക്കേഷനിൽ ഏത് യൂസർ IDയും പാസ്വേഡും ആണോ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ലോഗിൻ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, കറൻറ്റ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര % റിട്ടേൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഒരു ഹോം പേജ് കിട്ടും. അപ്പം നിലവിൽ ഞാനിപ്പം ഈ ഒരു കോയിൻ ബൈ സെറോദ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നടത്തിയിട്ടില്ല, ജസ്റ്റ് ഡെമോയാണ് ഈ ഒരു അക്കൗണ്ട് വെച്ച് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെയുള്ള 00 എന്ന് പറഞ്ഞ ഒരു ഡേറ്റയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മ്യൂച്വൽ ഫണ്ട്, നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഈ ഒരു സെർച്ച് ബോക്സിൽ സെർച്ച് ചെയ്യാം. അവിടെ ഏകദേശം 3000-ലധികം മ്യൂച്വൽ ഫണ്ട്സ് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി വൈസും നമുക്ക് ഒരുപാട് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്, സ്മാർട്ട് ബീറ്റ, ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇവിടെ ആദ്യമേ മ്യൂച്വൽ ഫണ്ട് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ സെർച്ച് ബോക്സിലേക്ക് വന്നു. അപ്പം അവിടെയും നമുക്ക് താഴെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, ഇക്വിറ്റി, ഡെപ്റ്റ്, ഹൈബ്രിഡ്, ഇൻഡെക്സ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാനിവിടെ ഇൻഡെക്സ് ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം. അതുകൊണ്ട് ഞാനിവിടെ ഇൻഡെക്സ് ഫണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പം ഇൻഡെക്സ് ഫണ്ട് തന്നെ നമുക്ക് Nifty 50-ലെ 50 കമ്പനിയിൽ വേണേൽ ഇൻവെസ്റ്റ് ചെയ്യാം. Nifty 50 ഇൻഡെക്സ് ഫണ്ട്, അതിൻ്റെ തന്നെ പല കമ്പനീസ് ഉണ്ട്. ഇവിടെ UTI Nifty 50 ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ആദിത്യ ബിർള ഉണ്ട്, അതുപോലെ തന്നെ HDFC ഉണ്ട്, ICIC ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ICICയുടെയാണ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ICICയുടെ ഈ പ്രൊഡൻഷ്യൽ Nifty 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് സെക്ടർ വൈസ് ആണെങ്കിൽ സെക്ടർ വൈസ്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് ആണെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ്, അല്ലെങ്കിൽ Nifty 500 ആണെങ്കിൽ Nifty 500, ഏത് മ്യൂച്വൽ ഫണ്ടാണോ സെലക്ട് ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം
ഇവിടെ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്യൂട്ടോറിയലായിട്ട് കിട്ടും. അത് കണ്ട് മനസ്സിലാക്കി മ്യൂച്വൽ ഫണ്ട് ശരിയായി തിരഞ്ഞെടുക്കുക. അപ്പം അവിടെ ഇപ്പോഴത്തെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ഇതിൻ്റെ കറൻറ്റ് പ്രൈസ് നമ്മൾ സ്റ്റോക്കിനിപ്പം ഓരോ സ്റ്റോക്കിനും ഇപ്പം 500 രൂപയാണെന്ന് പറയുമ്പോഴത്തേനും ആ സ്റ്റോക്കിൻ്റെ റേറ്റാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വിലയാണ് ഈ 10 രൂപ 10 രൂപ സംതിങ് റേറ്റ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഈ താഴെ അതിൻ്റെ ചാർട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എക്സിറ്റ് ലോഡ് 0%, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപയാണ്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ അത് ഫണ്ട് മാനേജറിൻ്റെ പേര്, അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെയാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സെക്ടറിലാണ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠനങ്ങൾ നടത്തുക. അതിനുശേഷം എൻട്രിയാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻട്രി എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 ഓപ്ഷൻസാണ് ഇവിടെ നിലവിൽ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് SIP ആയിട്ട്, അതായത് മന്ത്ലി ആയിട്ട് നിങ്ങൾ SIP ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് എല്ലാ മാസവും ഒരു 1000 രൂപ അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു 5000 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇവിടെ ഈ SIP എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ല നിങ്ങളൊരു ബൾക്കായിട്ട് ഒരു എമൗണ്ട് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ബൈ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ നമുക്ക് വേണമെങ്കിൽ 50,000 രൂപ, 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വേണമെങ്കിൽ ഒന്നിച്ചൊരു ബൾക്കായിട്ടൊക്കെ എൻട്രി എടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യമേ SIP ആയിട്ട് എങ്ങനെ എൻട്രി എടുക്കാം എന്ന് നോക്കാം. അപ്പോൾ SIP എന്നതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ ഒരു SIPയുടെ ഒരു ഫോം വരുന്നുണ്ട്. ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് 1000 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു +500 എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇത് 1500 നമ്മൾ 1500 വേണമെങ്കിൽ 1500 വേണമെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ 2000 ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഈ മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പം എത്ര എമൗണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പം മിനിമം 1000 രൂപയാണ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനിവിടെ 1000 എന്ന് സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1000 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ 3 മാസം കൂടുമ്പം അപ്പം ഏതാണോ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണ് എന്നാണ് ഇനി ഈ ഒരു കോളത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം മിനിമം ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇവിടെ 500 രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 500 എന്നുള്ളത് മാറ്റി 1000 ആക്കാം, 1000 എന്നുള്ളത് മാറ്റി 2000 ആക്കാം, 3000 ആക്കാം, 4000 ആക്കാം, 5000 ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അനുയോജ്യമായിട്ടുള്ളത് അത് ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന സെക്ഷനിൽ തിരഞ്ഞെടുക്കുക. അപ്പം ഇവിടെ നിലവിൽ 500 രൂപയാണ് മിനിമം വരേണ്ടത്. അപ്പോൾ മിനിമം 500 തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ +500 ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്തും ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇനിഷ്യലായിട്ട് 1000 രൂപ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അടയ്ക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടായിട്ട് 500 വെച്ച് അടയ്ക്കാൻ തീരുമാനിച്ചു. ഇനി എത്ര ഡ്യൂറേഷൻ, എത്ര ഗ്യാപ്പ് വിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത് എന്നാണ് ഇനി തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഓരോ വീക്കിലും 500 രൂപ വെച്ചാണോ അടയ്ക്കുന്നത്, അതെയോ ഓരോ 15 ദിവസത്തിന് ശേഷമാണോ നിങ്ങൾ 500 രൂപ വെച്ച് അടയ്ക്കാൻ താല്പര്യം, അതോ ഓരോ മാസത്തിലും അതായത് 30 ദിവസം കഴിയുമ്പോൾ 500 രൂപ വെച്ച് അടയ്ക്കാനാണോ താല്പര്യം, അതോ 3 മാസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് 500 രൂപ വെച്ച് അടയ്ക്കാൻ താല്പര്യം, അതാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി സ്കിപ്പ് ചെയ്ത് വീഡിയോ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അറിയത്തില്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപ്പം ഞാനിവിടെ നമ്മൾ സാധാരണയൊക്കെയായിട്ട് മന്ത്ലി SIP ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം, മന്ത്ലി എന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ മന്ത്ലി എന്ന് തിരഞ്ഞെടുത്തു. അപ്പോൾ മന്ത്ലി എന്ന് തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേനും മന്ത്ലിയിൽ ഏത് ഡേറ്റിലാണ് ഈ ഒരു 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാകേണ്ടത്, അപ്പോൾ അതിവിടെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഡേറ്റ് തിരഞ്ഞെടുക്കാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മന്ത്ലി, അതായത് മന്ത്ലി 1-ാം തീയതി, 2-ാം തീയതി, 20-ാം തീയതി, 30-ാം തീയതി, എത്ര വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാനപ്പോൾ മന്ത്ലി ഒരു 5-ാം തീയതിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നോർമലായിട്ടൊരു ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 5-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു സാലറി ഉറപ്പായിട്ട് ക്രെഡിറ്റ് ആകും. ഒരു 5-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു മന്ത്ലി SIPയിൽ ഡേറ്റ് സെലക്ട് ചെയ്തു. അപ്പം ഇനി ഇതിൻ്റെ താഴെ മറ്റൊരു ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇൻക്രിമെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇൻക്രിമെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിഫാൾട്ടായിട്ട് 10% ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇത് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മുടെ സാലറിയൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴത്തേനും ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഒരു സാലറി കിട്ടുന്നത് 20,000 രൂപയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് 22,000 രൂപയാകും. അപ്പം അതനുസരിച്ച് നമുക്ക് SIPയിലും ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇപ്പം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഓൾറെഡി ഇവിടെ 500 രൂപയാണ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇപ്പോൾ അടയ്ക്കുന്നത്. അതേ സമയത്ത് നമ്മൾ ഇവിടെ ഈ ഒരു 10 എന്നത്, അതായത് 10% എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ്
ഇവിടെ താഴെ ഒരു ഡേറ്റും കൂടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഒക്ടോബർ ആകുമ്പോഴത്തേനും ഒരു 50 രൂപയും കൂടെ ആഡ് ചെയ്ത് 550 രൂപ വെച്ച് നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് കട്ടാകാൻ തുടങ്ങും. അതായത് നമ്മൾ ഒക്ടോബർ എന്നുള്ളത് വേണമെങ്കിൽ ജൂണിൽ കൊടുക്കാം. അതായത് നെക്സ്റ്റ് ജൂൺ 30-ാം തീയതി, ഇവിടെ 30 എന്നുള്ള ഡേറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ജൂൺ 30-ാം തീയതി തൊട്ട് നമ്മുടെ 500 എന്ന ഇൻസ്റ്റാൾമെൻറ്റ് 10% കൂടെ കൂടി 550 കട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. അതായത് വെറും 500 രൂപ വെച്ച് തന്നെയാണ് മുമ്പോട്ടും അടയ്ക്കേണ്ടതെങ്കിൽ ഈ ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. അതല്ല 500 എന്നുള്ളത് 600 വെച്ചാണ് അടയ്ക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇത് ചേഞ്ച് ചെയ്ത് നമുക്ക് 20% ആക്കാം. അപ്പം നമ്മുടെ 500 + 100 കൂടെ കൂടി 600 രൂപ വെച്ച് നെക്സ്റ്റ് ജൂൺ 30-ാം തീയതി ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ അത് ഡിഫാൾട്ട് ആക്കണമെങ്കിൽ നമുക്ക് ഇത് മായ്ച്ച് കളഞ്ഞതിന് ശേഷം ഇവിടുത്തെ മേളത്തെ ടിക്ക് മാർക്കും കൂടെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നേരിട്ട് 500 തന്നെയായിരിക്കും എല്ലാ മാസവും 5-ാം തീയതി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ആഡായി പോകുന്നത്. അപ്പോൾ ഞാനിപ്പം ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. 1000 രൂപ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കട്ടാകും. ആദ്യം തന്നെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഓരോ മാസത്തിലും 5-ാം തീയതി 500 രൂപ വെച്ച് ഇവിടെ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആയില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു പെൻഡിങ് സെക്ഷനുണ്ട്, പെൻഡിങ് ഓർഡർ സെക്ഷനുണ്ട്. അവിടെ വന്ന് ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ക്രിയേറ്റ് SIP എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് SIP എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പെൻഡിങ് പേയ്മെൻറ്റ് പേ നൗ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഇനിഷ്യൽ എമൗണ്ട് ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ 1000 ആണ് അവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ 1000 ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ UPI നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ 2 ഓപ്ഷനാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ നെറ്റ് ബാങ്കിങ് സെക്ഷനിലേക്ക് കിടക്കുന്നതായിരിക്കും. അപ്പം അതിനുശേഷം നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് പേയ്മെൻ്റ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുവാണ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് പ്ലേസ് ആകുന്നതായിരിക്കും. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് വരാം. അപ്പം ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ വീക്ക്ലി SIP സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഇനി നമ്മളൊരു ലംസം എമൗണ്ട് ഒന്നിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് കൂടുതലായിട്ട് ഒരു ഒന്നിച്ച് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇവിടെ വന്ന് മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്യാം. അപ്പം ഇൻഡെക്സ് ഫണ്ട്, അപ്പോൾ ഞാനിപ്പോൾ തിരഞ്ഞെടുത്ത ആ ഫണ്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ഒന്നിച്ചൊരു എമൗണ്ടിൽ എൻട്രി എടുക്കാം എന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫണ്ട് തന്നെ തിരഞ്ഞെടുത്തു. ആ ഒരു ഫണ്ടിൽ നമ്മൾ ആദ്യമേ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് SIP എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. അപ്പം ഇനി നമ്മൾ ബൈ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ബൈ എന്ന ഓപ്ഷനിൽ തിരഞ്ഞെടുത്തു. അപ്പം ഇവിടെ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് 1000 രൂപയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1000 മിനിമം 1000 ഇൻവെസ്റ്റ് ചെയ്യാം. അതേ സമയത്ത് വേണമെങ്കിൽ ഇവിടെ 50,000 ഇൻവെസ്റ്റ് ചെയ്യാം. 50,000 ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ 50,000 ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു താഴത്തെ ഈ ഒരു ബൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടിൽ മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുമ്പോഴത്തേനും ഒന്നിച്ചൊരു എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു റിക്കവറി എടുക്കുമ്പം അല്ലെങ്കിൽ അവിടെ നിന്നൊരു നല്ലൊരു ഷോർട്ട് ടൈം പീരീഡിൽ നല്ലൊരു റിട്ടേൺ കിട്ടുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ലൊരു റിട്ടേൺ എടുത്ത് നല്ലൊരു വെൽത്ത് എടുത്ത് നമുക്ക് എക്സിറ്റ് ആകാനും ഇങ്ങനെയുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നിച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡും ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് സെയിം ആണ്, ജസ്റ്റ് ആദ്യമേ SIP എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താണ് SIPയിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ ഒന്നിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ബൈ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അത് മാത്രമാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും താഴെ നമുക്ക് കാണാൻ സാധിക്കും ഓർഡർ ഒരു തവണ നമുക്ക് ഓർഡർ ഒരു തവണ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡർ നമ്മുടെ ഒരു ടൈമുണ്ട്, അതായത് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇന്ന് ഈ ഓർഡർ എക്സിക്യൂട്ട് ആകത്തില്ല. ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ നെക്സ്റ്റ് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ അവരുടെ ഇക്വിറ്റി ഫണ്ടിന് ഒരു ടൈമുണ്ട്, അതായത് ഏകദേശം ഉച്ച ടൈമിലാണ് ഈ ഒരു ഫണ്ട് ആ ഒരു റേറ്റിലാണ് ബൈ ആകത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ നോക്കിയതിന് ശേഷം ഇവിടെ ബൈ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബൈ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഫണ്ടിൻ്റെ പേര് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും.
അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പെൻഡിങ് പേയ്മെൻറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, അവിടെയും പേ നൗ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ പേ നൗ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അപ്പോൾ നമുക്ക് സെയിം ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എമൗണ്ട് കാണാൻ സാധിക്കും. എമൗണ്ട് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് UPI എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഞാനിവിടെ നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെയും തിരഞ്ഞെടുക്കുന്നത്. നെറ്റ് ബാങ്കിങ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ മാക്സിമം ആൾക്കാരുടെയും കയ്യിൽ നെറ്റ് ബാങ്കിങ് ഉണ്ടാവും ഇന്നത്തെ ഒരു കണ്ടീഷനിൽ. ഇവിടെ യൂസർ ID പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻറ്റും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഈ ഒരു 2 മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒന്നിച്ചാണെങ്കിലും എമൗണ്ടിൽ മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ SIP ആയിട്ടാണെങ്കിലും നമുക്ക് എൻട്രീസ് എടുക്കണമെങ്കിലും ഈ കോയിൻ ബൈ സെറോദ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ബ്രോക്കറാണ് സെറോദ അപ്പ് സ്റ്റോക്സ്. അപ്പം അവർ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തന്നെ ഉപയോഗിച്ച് നമുക്ക് സ്റ്റോക്സിലും എൻട്രീസ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും SIPയിലും നമുക്ക് IPOസിലും ഒക്കെ എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഉപകാരപ്രദമായിരിക്കും സെറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് അല്ലെങ്കിൽ അപ്പ് സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്. അപ്പം ഇവരുടെയൊക്കെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, പക്ഷേ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു, കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോർട്ട്ഫോളിയോയിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഓർഡേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഈ ഒരു പ്രോസസ്സിങ് ആ മാർക്കറ്റ് ടൈമിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിയുമ്പോഴത്തേനും ഇത് ഓർഡർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്ര SIP തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം ഈ ഒരു SIP എന്ന സെക്ഷനിൽ വരും. ഇവിടെ ഓരോ SIPയും സക്സസ്ഫുള്ളായിട്ട് ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേനും ഇവിടെ ഓരോ SIP ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഡൈവേഴ്സിഫൈ ചെയ്ത് ഒരേ ഒരു മ്യൂച്വൽ ഫണ്ടിൽ എൻട്രി എടുക്കാതെ പല മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് പഠിച്ചതിന് ശേഷം പല മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് അപ്പം ഓരോ SIPയിലും ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും ആക്റ്റീവായിട്ടുള്ളത്. അപ്പം ഈ ഒരു ഓർഡർ സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ആയി കഴിയുമ്പോഴത്തേനും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ എന്ന സെക്ഷനിൽ നമ്മൾ ഒന്നിച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ അതും ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന്. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഒന്നിച്ച് ഒരു എൻട്രി എടുത്തെന്ന് വെച്ച് അതിൻ്റെ അകത്ത് പിന്നീട് എമൗണ്ട് ആഡ് ചെയ്യത്തില്ലെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് വീണ്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൂടുതലായിട്ട് എമൗണ്ട് ആ ഒരു ഒന്നിച്ച് എൻട്രി എടുത്ത മ്യൂച്വൽ ഫണ്ടിൽ വീണ്ടും എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഒന്നിച്ചെടുത്ത 50,000 രൂപയ്ക്ക് ഒന്നിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല റിട്ടേൺ ഒക്കെ 5%, 10% ഒക്കെ കിട്ടുവാണെങ്കിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ കൂടെ നോക്കി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അത് പകുതി എക്സിറ്റ് ആയിട്ട് വീണ്ടും പകുതി ഹോൾഡ് ചെയ്യാം. വേണമെങ്കിൽ നല്ലൊരു കറക്ഷൻ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആവറേജ് ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം പോസിബിളാണ്. വളരെ സിമ്പിളാണ്. വീഡിയോ വളരെ ലെങ്ത് കൂടുതലാണെങ്കിലും വളരെ ഇൻഫർമേറ്റീവാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകണം. അതായത് നല്ല രീതിയിൽ അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. പക്ഷേ ചിലവർ മാർക്കറ്റിൽ പുതിയതാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകില്ല. അതാണ് ഇത്രയും ലെങ്ത് ആയിട്ട് പോയത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.